ഓണാഘോഷത്തിനെതിരായ പരാമർശത്തിൽ അധ്യാപികയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. തൃശൂരിലെ സ്കൂൾ അധ്യാപികയ്ക്കെതിരെയാണ് കേസെടുത്തത്. പോലീസ് നടപടിക്ക് പിന്നാലെ ജോലിയിൽ നിന്നും അധ്യാപികയെ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു. ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലേ? അപ്പോ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമസ്കാരം. ഓണത്തെ ചൊല്ലി കുട്ടികളുടെ ഉള്ളിൽ വേർതിരിവ് ഉണ്ടാക്കാൻ ശ്രമിച്ച ആ അധ്യാപികയ്ക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. പോലീസ് കേസ് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ അധ്യാപികയെ സ്കൂൾ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ഇത്തരം അധ്യാപകരൊന്നും തന്നെ അധ്യാപകരായിട്ട് തുടരാൻ അർഹരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരെ ആ പണിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടണം. കാരണം ഇവരൊക്കെ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്താണ്, ഗതി എന്താണ്? നമ്മൾ ഒരിക്കലും കുട്ടികളുടെ ഉള്ളിൽ വേർതിരിവിന്റെ വിത്തുകൾ പാകാൻ പാടില്ല. കുട്ടികൾ എപ്പോഴും ഒത്തൊരുമയും സൗഹാർദ്ദവും പഠിച്ചിട്ട് വേണം വളർന്നു വരാൻ. എങ്കിൽ മാത്രമേ നമ്മുടെ നാടിന്റെ ഭാവി പോസിറ്റീവ് ആവത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നെഗറ്റീവിലേക്കായിരിക്കും പോകുന്നത്. എല്ലാവരും പരസ്പരം വേർതിരിവോടുകൂടി കാണുകയും തമ്മിത്തല്ലുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ യൂണിറ്റി ഇല്ലാതെയാകും. കേരളം എപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എവിടെയാണ്? നമ്മുടെ ഈ ഒരു യൂണിറ്റിയിലാണ്. കാരണം ഇവിടെ ക്രിസ്ത്യനും മുസ്ലിമും ഹിന്ദുവും ഒക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകൾ പറയും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകളിൽ പോകും. ഈവൻ നമ്മൾ പള്ളികളിൽ കയറാറുണ്ട്, അമ്പലങ്ങളിൽ കയറാറുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ ആഘോഷങ്ങളും ഉത്സവങ്ങളും നമ്മൾ ഒത്തൊരുമയോട് കൂടിയിട്ട് ആഘോഷിക്കാറുണ്ട്. ഇവിടെ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ ഒരു ജംഗ്ഷനിൽ ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം പള്ളിയും ഒരു അമ്പലവും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നത്. മറ്റെവിടെയെങ്കിലും അത് സാധ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല. നോർത്ത് ഇന്ത്യയിലെയൊക്കെ അവസ്ഥ അറിയാമല്ലോ. പള്ളികൾ തകർത്തെറിയുന്നു, അതോടൊപ്പം തന്നെ അമ്പലങ്ങൾ തകർത്തെറിയുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൾ ഉണ്ടാകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ ആ വഴക്കുകളും പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിലില്ല. നമ്മൾ വിവേകമുള്ളവരാണ്. അപ്പോൾ ആ വിവേകം കുട്ടികളിലേക്കും പകർന്നു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഏറ്റവും കൂടുതൽ നമ്മൾ മതസൗഹാർദ്ദം പഠിക്കുന്നത് സ്കൂളുകളിൽ നിന്നാണ്. അത് സത്യമാണ്. കാരണം ഈ യൂണിഫോം എന്ന് പറയുന്നത് സ്കൂളുകളിൽ നിർബന്ധമാക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം കുട്ടികളുടെ ഉള്ളിൽ വേർതിരിവ് ഉണ്ടാകാൻ പാടില്ല, എല്ലാവരും ഒന്നാണ് എന്നുള്ള ചിന്ത കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് യൂണിഫോം സ്കൂളുകളിൽ നിർബന്ധമാക്കിയേക്കുന്നത്. അതുപോലെ തന്നെ സ്കൂളുകളിൽ ആരെയും തന്നെ മതം പറഞ്ഞിട്ടല്ല തിരിച്ചറിയുന്നത്. ഒരു കുട്ടിയെയും മതം പറഞ്ഞല്ല തിരിച്ചറിയുന്നത്, ആ കുട്ടിയുടെ പേര് വിളിച്ചിട്ടാണ് തിരിച്ചറിയുന്നത്. എല്ലാ കുട്ടികളും സ്കൂളുകളിൽ സമന്മാരാണ്. അവർക്കാർക്കും ഒരു വേർതിരിവുമില്ല, ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്കൂളിൽ വേർതിരിവ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു തെറ്റാണ്. നല്ല രീതിയിൽ ശിക്ഷ കിട്ടേണ്ട തെറ്റാണ്. അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും ഒരു അധ്യാപകരോ അധ്യാപികയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ശിക്ഷ തന്നെ കൊടുക്കണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവരും അത്തരം പ്രവൃത്തി ചെയ്യാതെ ഇരിക്കൂ. അപ്പൊ ഇതിനെ പറ്റിയിട്ട് നമ്മുടെ മന്ത്രി പ്രതികരിക്കുന്നുണ്ട്. ആ വീഡിയോയും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ തൃശ്ശൂർ ജില്ലയിലെ കല്ലുംപുറം സിറാജുൽ ഉലം ഇംഗ്ലീഷ് സ്കൂൾ നടന്ന ഒരു സംഭവം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഓണാഘോഷങ്ങളിൽ നിന്ന് ഒരു വിഭാഗം കുട്ടികളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള അധ്യാപികയുടെ ശബ്ദ സന്ദേശം മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ജാതിയോ മതമോ നോക്കിയല്ല സ്കൂളിൽ പരിഗണിക്കപ്പെടുന്നത്. അവർ വിദ്യാഭ്യാസം നേടുന്നത് അറിവും വിജ്ഞാനവും വളർത്തി രാജ്യപുരോഗതിയുടെ ഭാഗമാകാനാണ്. എല്ലാ ആഘോഷങ്ങളും മനുഷ്യരുടെ സന്തോഷത്തിൻ്റെ ഭാഗമാണ്. ഓണമെന്നോ ക്രിസ്തുമസ് എന്നോ പെരുന്നാളെന്നോ ഉള്ള വ്യത്യാസങ്ങൾ കുട്ടികൾക്കില്ല. അവർക്കെല്ലാ ആഘോഷങ്ങളും സന്തോഷിക്കാനുള്ള അവസരങ്ങളാണ്. ദയവായി അധ്യാപകർ കുട്ടികളുടെ മനസ്സിൽ വേർതിരിവുകൾ ഉണ്ടാക്കാതെ അവർക്ക് അറിവ് പകർന്നു നൽകുവാൻ മാത്രം ശ്രദ്ധിക്കുക. നമ്മൾ ചികിത്സയുടെ ഭാഗമായി രക്തം സ്വീകരിക്കുമ്പോൾ ജാതിയോ മതമോ നോക്കാറില്ല. ചികിത്സിക്കുന്ന ഡോക്ടറുടെ മതം എന്താണെന്ന് പരിശോധിക്കാറില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ഹോട്ടൽ ഉടമയുടെ ജാതി. ഇദ്ദേഹം ഇങ്ങനെ പേപ്പറിൽ എഴുതി വായിക്കുന്നത് കൊണ്ട് പറയുന്നതിൽ ഒരു ആത്മാർത്ഥത ഫീൽ ചെയ്യുന്നില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. അത് അഡ്രസ്സ് ചെയ്യാൻ കാണിച്ചൊരു മനസ്സിന് നന്ദി പറയുന്നു. കാരണം ഇതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ആഘോഷമാണ്. നമ്മൾ കേരളീയരാണ്. ഓണത്തെ ഒരു കാരണവശാലും നമുക്ക് ഹിന്ദുയിസവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ ഉത്സവമല്ല ഓണം, കേരളീയരുടെ ഉത്സവമാണ്. അതായത് കേരളത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ്, കേരളത്തിന്റെ കൾച്ചറിന്റെ ഭാഗമാണ്. നമ്മുടെ നാട്ടിൽ ഉണ്ടായ ഒരു ഉത്സവമാണ് ഈ ഓണം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ഹിന്ദുയിസവുമായിട്ട് കണക്ട് ചെയ്യുന്നവരാണ് ഏറ്റവും വലിയ മണ്ടന്മാർ. ഓണം എന്ന് പറയുന്നത് അതൊരു റിലീജിയസ് ഫെസ്റ്റിവൽ അല്ല,
മതപരമായ ഉത്സവമല്ല. ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കുക. ഓണം എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ ഫെസ്റ്റിവലാണ്, സാംസ്കാരിക ഉത്സവം. കേരളത്തിന്റെ സംസ്കാരവും അതോടൊപ്പം തന്നെ നമ്മുടെ ഹാർവെസ്റ്റിംഗ് സീസൺ, ഈ സമയത്താണ് നമ്മുടെ ഹാർവെസ്റ്റിംഗ് സീസൺ. ഇപ്പോഴത്തെ കാലത്തെ കാര്യമല്ല, പണ്ടത്തെ കാലത്തെ കാര്യമാണ്. അതായത് നമ്മുടെ സീസണൽ വേരിയേഷൻ, നമ്മുടെ ഹാർവെസ്റ്റ്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പണ്ടുള്ള ആൾക്കാർ ഉണ്ടാക്കിയെടുത്തൊരു കൾച്ചറൽ ആയിട്ടുള്ള ഫെസ്റ്റിവലാണ് ഈ ഓണം എന്ന് പറയുന്നത്. അതിനെ ഒരു ഐതിഹ്യമായിട്ട് ലിങ്ക് ചെയ്തേക്കുന്നതേ ഉള്ളൂ. അന്നത്തെ കാലത്ത് അത് വലിയ ഐതിഹ്യമൊന്നും ആയിരുന്നില്ല. പക്ഷെ പിന്നീട് ആ ഐതിഹ്യം കറക്റ്റായിട്ട് അതുമായിട്ട് ആയിട്ട് പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് മാവേലി തമ്പുരാന്റെ ആ ഒരു ഐതിഹ്യം. എന്നാൽ ആ ഐതിഹ്യം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഹാർവെസ്റ്റിംഗ് സീസണുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫെസ്റ്റിവലാണ്, ഒരു കൾച്ചറൽ ഫെസ്റ്റിവലാണ്. ഇതുമായിട്ട് ഹിന്ദുയിസത്തിന് ഒരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് സത്യം. അതാണ് സത്യം. അതായത് നമ്മൾ ആ ഒരു സമയത്താണ് എല്ലാം വിളവെടുക്കുന്നത്. വിളവെടുത്തതിന് ശേഷം നമ്മൾ ആ വിളവെടുപ്പിനോടുള്ള ഒരു തൃപ്തി അറിയിക്കുന്ന ഒരു ഉത്സവം. എന്നിട്ട് ഈ വിളവെടുത്ത നമ്മളുടെ വിഭവങ്ങളെല്ലാം കൂടി നമ്മൾ സദ്യയായിട്ട് ഒരുക്കുന്നു. ആ സദ്യ നമ്മൾ ഭക്ഷിക്കുന്നു. മാത്രമല്ല അന്നത്തെ കാലത്ത് നല്ല പട്ടിണി ആയിരുന്നു. വലിയ വലിയ കുടുംബങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നല്ലതുപോലെ അരി സാധനങ്ങളും ഒക്കെ. അപ്പോൾ സാധാരണക്കാര് പോലും നല്ലതുപോലെ ഭക്ഷണം കഴിക്കുന്ന ഒരു സമയമായിരുന്നു ഓണം. കേട്ടിട്ടില്ലേ? എന്ത് കാര്യം വിറ്റിട്ടാണെന്നുണ്ടെങ്കിലും ഓണം ഉണ്ണണം എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാവരുടെയും ഉള്ളിലൊരു സന്തോഷമുണ്ടായിരുന്നു. എല്ലാവരും ഒത്തൊരുമയോട് കൂടിയിട്ട് നിന്ന് ഓണം ആഘോഷിക്കുമായിരുന്നു. അത് പിന്നെ ഡെവലപ്പായി ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഒരുപാട് ലക്ഷറിയസ് ആയിട്ട് ആഘോഷിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് ഹിന്ദുയിസവുമായിട്ട് ഒരു റിലേഷനും ഇല്ല. പിന്നെ നമ്മൾ ഹിന്ദുക്കളുടെ വീട്ടിൽ ആ സമയത്ത് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ ഹിന്ദുവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരേ ഒരു കാര്യം. ബാക്കി എല്ലാം തന്നെ ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഫെസ്റ്റിവലുമായിട്ട് റിലേറ്റഡ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ചില കുത്തിത്തിരിപ്പുകാർ ഇറങ്ങിയിട്ടുണ്ട്. ഓണം ആഘോഷിക്കുന്നുണ്ടല്ലോ സ്കൂളുകളിൽ, പിന്നെ എന്തുകൊണ്ടാണ് നബിദിനം ആഘോഷിക്കാത്തത്, പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ പെരുന്നാൾ ആഘോഷിക്കാത്തത്? ഓണം എന്ന് പറയുന്നത് റിലീജിയസ് ഫെസ്റ്റിവൽ അല്ലാത്തത് കൊണ്ടാണ് ഓണം ആഘോഷിക്കുന്നത്. ഇനി ക്രിസ്മസിന്റെ കാര്യം പറയാം. ക്രിസ്മസ് ക്രിസ്ത്യാനികൾക്ക് മാത്രമാണ് റിലീജിയസ് ഫെസ്റ്റിവൽ. അതല്ലാതെ അതൊരു കൾച്ചറൽ ഫെസ്റ്റിവൽ തന്നെയാണ്. അതും ഒരു കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സമയമാണ്. അതായത് വിന്റർ സീസണിലാണല്ലോ ഈ ക്രിസ്മസ് വരുന്നത്. അപ്പോൾ അതും ഒരു കൾച്ചറൽ ഫെസ്റ്റിവലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണൽ ഹാർമണി, കമ്മ്യൂണൽ ഗാദറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കൾച്ചറൽ ഫെസ്റ്റിവലാണ്. ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ജീസസ് ക്രൈസ്റ്റ് ജനിച്ച ദിവസവുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിലും അല്ലാത്ത ആൾക്കാർക്ക് അതൊരു കൾച്ചറൽ ഫെസ്റ്റിവലാണ്. അന്ന് കേക്ക് മുറിക്കുന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, ആഘോഷിക്കുന്നു. അതുകൊണ്ടാണ് ക്രിസ്മസും ആഘോഷിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് വലിയ ഗ്രാൻഡായിട്ടൊന്നും തന്നെ സ്കൂളുകളിൽ ആഘോഷിക്കാറില്ല. സ്കൂളുകളിൽ ജസ്റ്റ് ഒരു കേക്ക് മുറിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഓണം മാത്രമാണ് ഗ്രാൻഡായിട്ട് ആഘോഷിക്കുന്നത്. അതിന് കാരണം ഓണം കേരളീയരുടെ ഒരു ദേശീയ ഉത്സവമാണ്, കേരളീയരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. കേരളീയരായിട്ടുള്ള ആർക്കും ഓണം ആഘോഷിക്കാം. അതിനകത്ത് മതം എന്ന് പറയുന്നത് ബാധകമല്ല. പക്ഷെ നേരെ മറിച്ച് പെരുന്നാളും നബിദിനവും ഒക്കെ തന്നെ എൻ്റയർലി റിലീജിയസ് ഫെസ്റ്റിവലാണ്. അത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്ത് മാത്രമേ നമുക്ക് ആഘോഷിക്കാൻ പറ്റത്തുള്ളൂ. ഈ വിഷു, പിന്നെ ശിവരാത്രി, അതൊന്നും നമ്മൾ സ്കൂളുകളിൽ ആഘോഷിക്കാറില്ലല്ലോ. ജന്മാഷ്ടമി, അതൊന്നും സ്കൂളുകളിൽ ആഘോഷിക്കുന്നില്ലല്ലോ. അതിന് കാരണം എന്താണ്? ജസ്റ്റ് അവധി കൊടുക്കുക മാത്രമേ ഉള്ളൂ. അപ്പം റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ സ്കൂളുകളിൽ ആഘോഷിക്കുന്നില്ല. പക്ഷേ കൾച്ചറൽ ആയിട്ടുള്ള ഫെസ്റ്റിവൽ മാത്രമാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ഓണം ആഘോഷിക്കുന്നത് കേരളീയരായിട്ടുള്ള ആൾക്കാർക്കൊരു സന്തോഷമാണ്. കേരളീയരായിട്ടുള്ള ആർക്കും ഓണം ആഘോഷിക്കാം. അപ്പോൾ അത്തരം വേർതിരിവുകൾ ഒരു ടീച്ചർമാരും കുട്ടികളുടെ ഉള്ളിലേക്ക് കൊണ്ടു കൊടുക്കാതിരിക്കുക, ഇൻജക്റ്റ് ചെയ്ത് കൊടുക്കാതിരിക്കുക.